ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന സാഹചര്യം. എമ്പുരാൻ സിനിമയിൽ കാണുന്ന ആ ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണെന്ന് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ സമാപന സമ്മേളനം കള്ളിമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ ഭരണം അരങ്ങു തകർക്കുന്ന ഒരു കാലഘട്ടമാണ്. തങ്ങൾക്കിഷ്ടമുള്ളത് മാത്രമേ ചിന്തിക്കാവൂ, പറയാവൂ, കേൾക്കാവൂ, പ്രസിദ്ധപ്പെടുത്താവൂ എന്നതാണ് ഇന്നത്തെ അനുഭവം. ഹീറോ പരിവേഷമുള്ള മോഹൻലാൽ സംഘപരിവാർ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന സാഹചര്യമാണ്. എമ്പുരാൻ സിനിമയിൽ കാണുന്ന ആ ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണെന്നും ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ സമാപന സമ്മേളനം കള്ളിമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി സർക്കാർ ഏത് വിധത്തിൽ ഈ നാടിനെ പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോ ദേശീയ അന്വേഷണ ഏജൻസികൾ NIA ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ, അതിന്റെ പേരിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ അനുഭവമാണ്. അതൊക്കെയാണ് ആ സിനിമയുടെ പ്രമേയം. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് അതുപോലെ തന്നെയായി. ഇപ്പം സിനിമയുടെ ഉള്ളടക്കം പോലും മാറ്റുന്ന വിധത്തിൽ കത്തിവെച്ച് സ്വയം അവർക്ക് മുമ്പാകെ പോയി കീഴടങ്ങി നിൽക്കുകയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള നായകവേഷം. ഏറ്റവും വലിയ ഹീറോ പരിവേഷത്തിൽ നിന്ന് മോഹൻലാൽ ഉൾപ്പെടെ ഇന്നിപ്പോൾ കീഴടങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം 13 വാർഡുകളിലും പൂർത്തീകരിച്ചു. ജില്ലയിൽ തന്നെ കുടുംബസംഗമങ്ങൾ പൂർത്തീകരിക്കുന്ന ആദ്യ മണ്ഡലം കമ്മിറ്റികളിലൊന്നാണ് രാജാക്കാട്. വാർഡ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ UDF സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി പറഞ്ഞു. കുടുംബസംഗമങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ വാർഡ് കമ്മിറ്റികളെല്ലാം കൂടി, ഇനി മാസങ്ങൾ കുറച്ചോളെന്നറിയാം, വാർഡ് കമ്മിറ്റികളെല്ലാം കൂടി വാർഡ് കമ്മിറ്റികൾ സജീവമായിക്കൊണ്ട് ഇലക്ഷൻ നേരിടാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. UDF ആണെങ്കിലും സർക്കാരിനെതിരെയായിട്ട് 4-5 രാഗപ്പൽ സമരം രാജാക്കാട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഓരോരോ പരിപാടികളും ഇങ്ങനെ നടത്തുവാനുള്ള പരിപാടിയാണ് UDFും കോൺഗ്രസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. വരാൻ പോകുന്ന പഞ്ചായത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കുടുംബസംഗമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നത്. മണ്ഡലം കമ്മിറ്റികളെയും പോഷക സംഘടനകളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ കുടുംബസംഗമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കള്ളിമാലി 11ാം വാർഡിലെ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഡ് തലത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കള്ളിമാലിയിൽ നടന്ന കുടുംബസംഗമം മണ്ഡലം സമാപന സമ്മേളനത്തിൽ മുതിർന്ന അംഗങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കർഷകരെയും ആദരിച്ചു. കുര്യാക്കോസ് പൈങ്ങാട്ടുകുന്നേൽ വാർഡ് പ്രസിഡന്റ് ഏലിയാസ് മുകളേൽ പതാക ഉയർത്തിയതോടെയാണ് കുടുംബസംഗമത്തിന് തുടക്കമായത്. യോഗത്തിൽ KPCC മെമ്പർ R ബാലൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.